അപ്പൊ അതുകൊണ്ട് ചാനൽ ചർച്ച പറയുന്ന പോലെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചാനലിലെ ചർച്ചയല്ല, ഇത് നിയമസഭയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ്. ഇവരകത്ത് അതിൻ്റെതായ കീഴ്വഴക്കങ്ങളുണ്ട്. രാഹുൽ ഒരു ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ അതൊരു ഉത്തരം മിനിസ്റ്റർ തരില്ല. മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഉത്തരം തരൂ. അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല. അത് രാഹുൽ പുറത്തു പറഞ്ഞോളാൻ, രാഹുലിന്റെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്തു പോയി പറഞ്ഞോളാൻ. അല്ലാണ്ട് ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല. വിക്കിപീഡിയ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നോക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. ഈ നിങ്ങൾ കേരള വിരുദ്ധരാണ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു. നിയമസഭയിൽ കഴിഞ്ഞ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമുള്ള സമ്മേളന ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ചാവേറെ പ്രവർത്തിക്കുന്നത് പാലക്കാട് നിന്നുള്ള MLA രാഹുൽ മാങ്കൂട്ടമാണ്. പക്ഷേ നിയമസഭയിൽ പ്രവർത്തിക്കേണ്ട ഒരു രീതിയുണ്ട്. ചാനൽ ചർച്ചയിൽ ചർച്ചയ്ക്ക് പങ്കാളിയാകുന്ന പോലല്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് പങ്കാളിയാവുന്നത്. അതുകൊണ്ട് ചാനൽ ചർച്ചയിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ കിട്ടുന്നില്ല. എല്ലാ ദിവസവും ഭരണപക്ഷം നല്ല മനോഹരമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. താത്വികമായി പറയുകയാണെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ചെണ്ടയാണ് ഇപ്പോൾ പ്രതിപക്ഷ MLA രാഹുൽ മാങ്കൂട്ടം. ഇന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പരസ്യമായിട്ട് സഭയിൽ വെച്ച് പറയുകയും ചെയ്തു, ചാനൽ ചർച്ചയല്ല സഭയിലെ പ്രൊസീഡിങ്സ് വേറെയാണ്, പറ്റുമെങ്കിൽ വിക്കിപീഡിയെങ്കിലും വായിച്ചിട്ട് വരണമെന്നും P. രാജീവ് പറഞ്ഞു. മാത്രമല്ല സ്പീക്കർ AN ഷംസീറും വ്യക്തമായി പറഞ്ഞു, രാഹുൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് രാഹുലിൻ്റെ കയ്യിലൊരു ഉത്തരമുണ്ട്, ആ ഉത്തരം തന്നെ കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് സഭയിൽ വരില്ല, അതിന് വേണമെങ്കിൽ സഭയ്ക്ക് പുറത്ത് പറഞ്ഞാൽ മതിയെന്നും ഷംസീർ പറഞ്ഞു. ഇന്ന് വ്യവസായ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് ഇത്തരം രസകരമായ സംഭവങ്ങൾ നടന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് സംസ്ഥാനം ഒന്നാമത് വന്നതിന് എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിയത്. അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി, മാത്യു കുഴൽനാടൻ ഇറങ്ങി, ഏറ്റവും അവസാനം സമാധാനമെന്ന രീതിയിൽ PC വിഷ്ണുനാഥും ഇറങ്ങി. പക്ഷേ മന്ത്രി P. രാജീവ് വിട്ടുകൊടുത്തില്ല, ശക്തമായി തന്നെ പ്രതിരോധിച്ചു നിന്നു. സംസ്ഥാനത്തിന് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് എടുത്ത് തന്നെ മന്ത്രി പറയുന്നുണ്ട്. എകഴ്ത്താൻ ശ്രമിച്ച എല്ലാവർക്കുമുള്ള അടിപൊളി മറുപടിയാണ് മന്ത്രി P. രാജീവ് ഇന്ന് സഭയിൽ നടത്തിയത്. ധനാഭ്യർത്ഥന ചർച്ച നമുക്കൊന്ന് കാണാം. അങ്ങാണല്ലോ ഈ പത്രക്കാരൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറയാം, അങ്ങ് പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഡിബേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സിറ്റിസൺ സെൻട്രിക് റിഫോംസും ഉണ്ട്, ബിസിനസ് സെൻട്രിക് റിഫോംസും ഉണ്ടല്ലോ. സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നത് ബിസിനസ് എൻവയറമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയും. ബിസിനസ് സെൻട്രൽ റിഫോംസിൽ കേരളത്തെക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടിയ സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ? ഐ സേ ദർ ഈസ് സ്റ്റേറ്റ്സ്. തീർന്നോട്ടെ. സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമുക്കിപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും നേരത്തെ കിട്ടുമോ? ഇലക്ട്രിസിറ്റി ബില്ല് നേരിട്ട് അടയ്ക്കാൻ പറ്റുമോ? കേരളം ഓൾറെഡി അച്ചീവ് ചെയ്ത ഹയസ്റ്റ് ലെവലാണ് സിറ്റിസൺ സെൻട്രിക് റിഫോംസിൽ. ബിസിനസ് സെൻട്രിക് റിഫോംസിൽ യു അച്ചീവ് ടു, ദാറ്റ് ഈസ്. പക്ഷേ ബിസിനസ് സെൻട്രിക് റിഫോംസ് ആണ് ബിസിനസ് എൻവയറമെന്റിനെ മെച്ചപ്പെടുത്തുന്ന റിഫോംസ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മളെക്കാൾ കൂടിയ ഗ്രേഡുള്ള സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങ് സത്യസന്ധമായി പറഞ്ഞാൽ മതി. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഇംഗ്ലീഷ് പ്ലീസ്. ഈ മിനിസ്റ്റർ ഈൽഡ് ചെയ്യുമ്പോൾ പോസ് ചെയ്യണം കേട്ടോ, അവിടെ ഒന്ന് ടൈം ക്ലോക്ക് പോസ് ചെയ്യണം. യെസ്, നമ്മൾ ഐ തിങ്ക് വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരില്ല. ഇത് അങ്ങ് പറയേണ്ടത് വേണമെങ്കിൽ അങ്ങേക്ക് പറയാം. അങ്ങേക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങിയത് കേന്ദ്ര മന്ത്രാലയത്തേക്കാണ്. ഈ റാങ്കിങ് ഒന്ന് മാറ്റണം എന്ന് പറയാം. ഈ സംവിധാനം 28 കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ പറയാതിരുന്നേ? 28 റാങ്കിങ് ഇതല്ലേ, കംപ്ലീറ്റ് എടുത്തോ. കഴിഞ്ഞ വർഷത്തെ 15 കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ പറയാതിരുന്നേ? 15 കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം, 28 കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം. 1 കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾ കേരളത്തിനെതിരായതുകൊണ്ടാണ്, നിങ്ങൾ കേരള വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറയാം. ഇത് ഞാൻ വസ്തുതയല്ലേ പറഞ്ഞേ. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചുണ്ടാക്കുന്നതല്ലോ. ബിസിനസ് സെൻട്രിക്, സിറ്റിസൺ സെൻട്രിക് എല്ലാം തന്നെ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വസ്തുത ഞാൻ ഒരിക്കൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു 15 ഏക്കറിൽ കൂടുതലുള്ളത് ഉടൻ എക്സംഷൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, കുഴൽനാടൻ നിങ്ങൾ പണ്ട് എടുത്ത് കാണിച്ച കടലാസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഉദ്ദേശിച്ച കടലാസ് ആയിരുന്നില്ല, നിങ്ങൾ കാണിച്ചല്ലോ കടലാസ്. ആ കടലാസ് നിങ്ങളൊന്ന് വായിക്കൂ കുഴൽനാടൻ. നിങ്ങൾ പറഞ്ഞ ആവശ്യത്തിന് ഞങ്ങൾ ഇറക്കിയ ഉത്തരവാ. ആ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ വരുമ്പോൾ ഈ ഉത്തരവ് നിങ്ങൾ ഞങ്ങൾക്ക് എതിരെടുത്ത് കാണിച്ചത്.
ഇത് വസ്തുതയായിട്ട് നമ്മൾ കാണണം. ഇത് കുട്ടികൾക്ക് അറിയാം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് നിർത്തിയല്ലോ. ഈ അങ്ങനെ റാങ്കിങ് ഇല്ലല്ലോ. നിങ്ങളിപ്പോ മാർപ്പാപ്പയോട് അമേരിക്കയിൽ ചെന്നപ്പോ പത്രക്കാർ ചോദിച്ച ചോദ്യം അറിയാലോ. അതുപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, മറുപടി ഉണ്ടാവും. നിങ്ങള് ഞാൻ പറയട്ടെ, അല്ല അദ്ദേഹം സ്റ്റാൻഡ് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മുഴുവൻ കഴിഞ്ഞാൽ രാമൻ സീതയുടെ ആരെന്ന് പിന്നെ ചോദിക്കരുത്. 2015 മുതൽ BRAP റാങ്കിങ്, ഇത് അവർ 28 നമുക്ക് കിട്ടിയപ്പോഴും BRAP റാങ്കിങ് 28 കിട്ടിയപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് എല്ലാവരും അധിക്ഷേപിച്ചു. നിങ്ങളും കൈയടിച്ചു, നമ്മൾ ശിരസൂനിച്ചിരുന്നു. 15 കിട്ടിയപ്പോ അപ്പോഴും എല്ലാവരും അധിക്ഷേപിച്ചു, നിങ്ങൾ പുറകിലാണല്ലോ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് അപ്പോഴും BRAP റാങ്കിങ്. നമുക്ക് 1 കിട്ടിയപ്പോഴോ നമ്മളൊന്ന് ഉയർത്തിപ്പിടിച്ചു. അപ്പൊ നിങ്ങളെല്ലാം ഇതേതത്? അല്ല, പാലക്കാട് അംഗം ചെയ്യേണ്ടത്, പാലക്കാട് അംഗം ഒരു കാര്യം ചെയ്താൽ മതി. അങ്ങ് ഇരുന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ഞാൻ സമയം കളയുന്നില്ല, പീയൂഷ് ഗോയലിന് അന്തമായി വിശ്വസിക്കേണ്ടതാണ്. നിങ്ങൾ എന്തിനാ പീയൂഷ് ഗോയലിന് ശിഷ്യനാവണേ? ഒന്ന്, അങ്ങ് പറയുന്ന വകുപ്പിന്റെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കേരളത്തിലേക്ക് വരുന്നു. ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് ക്ലാരിറ്റി മതി. പീയൂഷ് ഗോയൽ അല്ല പറയട്ടെ, പീയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ. അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി അങ്ങ് എന്താ പറയാത്തത്? അദ്ദേഹം രണ്ടാമത് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയേനെ എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ. അത് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇത് മുഴുവൻ വിശദീകരിച്ചെന്താ? നേരത്തെ BRAP റാങ്കിങ് മുഴുവൻ സൈറ്റ് നോക്കി എടുത്തോളൂ. ഇത് സമയം കളയേണ്ട കാര്യമില്ല. BRAP റാങ്കിങ് ഈ കഴിഞ്ഞ തവണ ഇതേപോലെ ആന്ധ്രയ്ക്ക് ടോപ്പ് അച്ചീവർ ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ 1ാം പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാം റാങ്ക് കേരളത്തെ ആന്ധ്രയ്ക്ക്. അപ്പൊ എല്ലാവരും സന്തോഷിച്ചു. അപ്പൊ ആരും ചോദിച്ചിട്ടില്ല BRAP റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ്. ഇതിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്കിന്റെ പദ്ധതിക്ക് ചേർന്ന് 2015 മുതൽ ഇന്ത്യ ഈ BRAP തുടങ്ങി. ലോക ബാങ്ക് ഇടയ്ക്ക് നിർത്തി. നമ്മൾ BRAP ഇന്ത്യ തുടരുന്നു. ആദ്യം റിഫോംസിനായിരുന്നു 100%, പിന്നെ ഫീഡ്ബാക്കിന് 100%ആക്കി. അപ്പൊ അതുകൊണ്ട് ചാനൽ ചർച്ച പറയുന്ന പോലെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ. അതെ, നിക്ക് ഞാൻ തീർക്കട്ടെ. അദ്ദേഹം പറഞ്ഞു രാഹുൽ അവിടെ ഇരിക്കെ, ഇനി മൈക്ക് കിട്ടില്ല. മിനിസ്റ്റർ പറഞ്ഞോ, രാഹുൽ അവിടെ ഇരിക്കെ, മിനിസ്റ്റർ പറഞ്ഞോ. അത് പറയുന്നുണ്ടല്ലോ. ഷോ സം പേഷ്യൻസ്. അദ്ദേഹം പറയട്ടെ. നിങ്ങൾ 2 ചോദ്യം ചോദിച്ചു, അതിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോ സം പേഷ്യൻസ്. അദ്ദേഹം കേൾക്കട്ടെ. മിനിസ്റ്റർ സാർ, ഇതിനേക്കാളും ലളിതമായിട്ട് എങ്ങനെ പറയാ? മിനിസ്റ്റർ പ്ലീസ്. നമ്മൾ ഈ വസ്തുതകളായിട്ട് കാണണം. ഇവിടെ കഴിഞ്ഞ തവണ ഇതേ റാങ്കിങ്ങിൽ ഇതേ ബിസിനസ്സും സിറ്റിസൺ റിഫോംസും എല്ലാം വെച്ചിട്ട് 1ാമതായി വന്ന ആന്ധ്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പറിലും 1ാം പേജ് കൊടുത്തു. നമ്മുടെ അത്രയും കാശില്ലാത്തതുകൊണ്ട് ഇത്തവണ നമ്മൾ കൊടുത്തില്ല. കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്, ഇത്തിരി ഞെരുക്കമുള്ളതുകൊണ്ട് കൊടുത്തില്ല. കേരളത്തിൽ വരെ പരസ്യം വന്നു. നിങ്ങൾ ആരെങ്കിലും പറയും ഇത് BRAP ആണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല, കേരളം എങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? 28 നിങ്ങൾ എല്ലാവരും പ്രസംഗിച്ചില്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഏറ്റവും പുറകിൽ, ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ട്? ഈ സഭയെ പ്രസംഗിച്ചല്ലോ. അന്ന് ഇത് തന്നെയല്ലേ? കേരളത്തിന് നേട്ടം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേട്ടമായി കാണണ്ട. ഇനിയെങ്കിലും തിരുത്തി വസ്തുത മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത് പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ വന്നു. ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോൾ ഇപ്പൊ എന്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ, ഞാൻ പറയട്ടെ, അനിൽകുമാർ പറഞ്ഞ പോലെ നിങ്ങൾ ട്രേഡ് കൂട്ടിയല്ലോ. ട്രേഡ് കൂട്ടിയിട്ട് ശ്രീ രാഹുൽ, നിങ്ങൾക്ക് വേണ്ട ഉത്തരം പറയാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് വന്ന ഞാൻ ഉത്തരം ചോദിക്കില്ല. അദ്ദേഹം പറയട്ടെ. രാഹുലേ, അദ്ദേഹം പറയുന്നുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങ് പറഞ്ഞോ. അല്ല, രാഹുൽ ചോദിക്കട്ടെ, ഏത് ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. സിറ്റിസൺ സെൻട്രിക്കും ബിസിനസ് സെൻട്രിക്കിൽ കേരളം എത്രാമതാണ്? ഇനി ബിസിനസ് സെൻട്രിക്കിൽ കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട്? ഇനി അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്?
അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് റാങ്കിംഗ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് A+ വന്നില്ലേ അതുപോലെയാണ്. അതുപോലല്ലേ സർ? റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 596 മാർക്ക് 600-ൽ കിട്ടുന്ന ഒരാൾക്ക് 1ാം റാങ്ക് എന്ന് പറയുന്നു. A+ എന്ന് പറയുമ്പോൾ അതല്ല, 90% എബവ് വരുന്ന എല്ലാം A+ ആയിട്ടാണ് കൂടുന്നത്. അങ്ങനെ ഒന്ന് പറയട്ടെ, ഈ സ്റ്റേറ്റ് കേരളം 1ാമതെത്തി എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് കാണിക്കൂ. സാർ, ഇത് അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മനസ്സിലാകാനിടയില്ല. അദ്ദേഹം ഉത്തരം എഴുതിയ ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ ഞാൻ പറയട്ടെ, പ്ലീസ് റോജിയെ ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കില്ല. അവർ ഉത്തരം ചോദ്യം ചോദിച്ചു, ഉത്തരം പറയും. പഠിച്ചതല്ലേ? ഞാൻ പറയാം, ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ, ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ. ഇനി എന്താണ് ഈ 4 കാറ്റഗറി ആണല്ലോ: ടോപ്പ് അച്ചീവർ, അച്ചീവർ, ആസ്പിരന്റ്, എമർജിങ്. ടോപ്പ് അച്ചീവർ എന്ന് പറഞ്ഞാൽ 95% +. വെറുതെ എടുത്ത വിക്കിപീഡിയ നോക്ക്. ഇത് നിങ്ങൾ നോക്ക്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലല്ലോ ഈ വിക്കിപീഡിയ എന്ന് പറയും. വിക്കിപീഡിയയില് ആർക്കും എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് വിക്കിപീഡിയ നോക്കൂന്ന് പറയരുത്. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത്. അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത്. വിക്കിപീഡിയ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നോക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം ഞാൻ ഉദ്ദേശിച്ച ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റാണല്ലോ ഉദ്ധരിച്ചത്. അങ്ങക്ക് അങ്ങ് മറ്റ് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണല്ലോ. അപ്പൊ ആമ്പലയ്ക്ക് കഴിഞ്ഞുകൊണ്ട് കിട്ടിയത് എന്താ? ഇതിനകത്തുണ്ടല്ലോ നമുക്ക് ഇത് ഞങ്ങൾ സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ. ഈ സിറ്റിസൺ സെൻട്രിക്കും, ഞാൻ പറയട്ടെ, സിറ്റിസൺ സെൻട്രിക്കും ബിസിനസ് സെൻട്രിക്കും ചേരുന്നതാണ് BRAP. ഈ BRAP അതെ ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളത്തിൽ കൊച്ചുകുട്ടികൾക്കെങ്കിലും മനസ്സിലാകാവുന്ന ലളിതമായി ഞാൻ പറഞ്ഞു. ഒരാൾക്ക് 9 A+ കിട്ടി, 95%. SSLCക്ക് 9 A+ കിട്ടി. അപ്പൊ അതിൽ 7 സോഷ്യൽ സ്റ്റഡീസിനല്ലേ, 2 സയൻസിനല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. കഴിഞ്ഞ തവണ അങ്ങനെ അല്ലെങ്കിലോ? അത് നമ്മുടെ സൈറ്റിലുണ്ടല്ലോ. 7 സിറ്റിസൺ സെൻട്രിക്, 2 ഞാൻ വസ്തുത 7 സിറ്റിസൺ സെൻട്രിക്, 7 സിറ്റിസൺ സെൻട്രിക്. അതിനിപ്പോ എന്താ കുഴപ്പം? അദ്ദേഹം പറഞ്ഞല്ലോ 2. ഇനിയിപ്പോ ഇതിനകത്ത് ഞാൻ വഴങ്ങുന്നില്ല സാർ. ഇത് ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. ഈ നിങ്ങൾ കേരള വിരുദ്ധരാണ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാർ. ഇനിയിപ്പോ ശ്രീ ചാണ്ടി എവിടെയെങ്കിലും ബഹളം ഉണ്ടാക്കില്ല. നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോയിരുന്നു ബഹളം. ആന്ധ്രാപ്രദേശിൽ ഞാനിവിടെ പറഞ്ഞല്ലോ, റോജി, നിങ്ങൾ എത്ര ചോദിച്ചാലും വസ്തു ആയിരിക്കുമല്ലോ. നിങ്ങൾ ഇതുവരെ പറഞ്ഞ എന്താ? സാർ പ്ലീസ് അദ്ദേഹം വഴങ്ങി നടക്കുന്ന കാര്യമല്ല. മിനിസ്റ്റർ പ്ലീസ്. ശ്രീ സച്ചിൻ അവിടെ ഇരുന്നോ. സച്ചിൻ ഞാൻ പറയട്ടെ സാർ അങ്ങ് ഇപ്പുറത്ത് സംരക്ഷിക്കണം. ഞാൻ അദ്ദേഹം വളരെ ഡെമോക്രാറ്റിക് ആയി മിനിസ്റ്റർ വഴങ്ങി. പ്ലീസ് ശ്രീ രാഹുൽ അവിടെ ഇരിക്കണം. സേവിയർ പ്ലീസ് അവിടെ ഇരിക്ക്. നോ റോജി അവിടെ ഇരിക്ക്. വളരെ അവിടെ ഇരിക്ക്. വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം. ശ്രീ ചാണ്ടി അവിടെ ഇരിക്ക്. രാഹുൽ അവിടെ ഇരിക്ക്. വെറുതെ ബഹളം വെക്കല്ല. അവിടെ ഇരിക്ക്. വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം നിങ്ങളുടെ വഴങ്ങി. ആ വഴങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരണം എന്ന് പറയുന്നത് ഡെമോക്രസി അല്ല. രാഹുൽ ഒരു ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ അതൊരു ഉത്തരം മിനിസ്റ്റർ തരില്ല. മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം തരൂ. അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല. അത് രാഹുൽ പുറത്തു പറഞ്ഞോളാൻ, രാഹുലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്തു പോയി പറഞ്ഞോളാൻ. അല്ലാണ്ട് ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഉത്തരം പറയേണ്ട മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ഉത്തരം പറയുന്നത്. മിനിസ്റ്റർ പറഞ്ഞോ. വഴങ്ങിയത് ഇവിടെ അനിൽകുമാർ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഒക്കെ അല്ലേ എമ്മത് വെച്ച് വഴങ്ങിയത്. അപ്പൊ പറയട്ടെ, നിങ്ങൾ അസംബ്ലിയില് സച്ചിൻ അവിടെ രാഹുൽ മിനിസ്റ്റർ പറഞ്ഞോ.
ഒന്ന്, ഈ കുട്ടികളെക്കാളും ധാരണയില്ലാത്തവരെ കഷ്ടമായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും എന്താണോ മാനദണ്ഡം അത് ഇത്തവണയും മാനദണ്ഡം. യൂണിയൻ ഗവൺമെന്റാണ് മാനദണ്ഡം. കഴിഞ്ഞ തവണ ഇതേപോലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടിയപ്പോൾ ആന്ധ്ര 1ാം പേജിൽ അടിച്ചപ്പോൾ ഇവരെല്ലാം കൈയടിച്ചു. ഇതേ മാനദണ്ഡം വെച്ച് നിങ്ങൾ പുതിയ ആളല്ലേ, ഞാൻ സഭയിലെ കാര്യം പറയണേ. നിങ്ങളിപ്പോ വന്നല്ലേ ഉള്ളൂ, ഞാൻ സഭയിൽ നടന്ന കാര്യം പറയണെന്ന്. ഈ സഭയിൽ നടന്ന കാര്യം പറയണത് സാർ. മിനിസ്റ്റർ പറയട്ടെ. ഇവിടെ ചോദ്യങ്ങൾ മിനിസ്റ്റർ വെറുതെ രാഹുൽ നിങ്ങൾക്ക് അവസരം തന്നു, വീണ്ടും വീണ്ടും ബഹളം ഉണ്ടാക്കിയത്. അവിടെ ഇരിക്കെ, നിങ്ങൾക്ക് ഓരോ അവസരം തന്നില്ലേ, വീണ്ടും വീണ്ടും ബഹളം വെച്ചാലോ? ഈ സഭയിൽ നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്കൊന്നും അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ആരും. എന്നാൽ ചെറുപ്പക്കാരൻ, ഒരു യുവജന മേധാവ്, അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു, ഞാൻ വഴങ്ങിയതാ. ഇത് ചാനലിലെ ചർച്ചയല്ല, ഇത് നിയമസഭയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ്. ഇവരകത്ത് അതിൻ്റെതായ കീഴ്വഴക്കങ്ങളുണ്ട്. സാർ നിൽക്ക് അവിടെ ഇരിക്കും. രാഹുൽ വെറുതെ പ്ലേയിങ് ടു ദ ഗാലറി പറ്റില്ല. ഞാൻ പറയാം, ചെയർ പറയാം, മിനിസ്റ്റർ ചെയർ പറയാം. സാധാരണ നിലയിൽ ഞാൻ പറയാം, ചെയർ പറയാം. സാധാരണ നിലയിൽ ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ഈൽഡ് ചെയ്യാൻ വിടാറില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം തയ്യാറായതുകൊണ്ട് സമ്മതിച്ചു ചെയർ. അങ്ങനെ സമ്മതിച്ചാൽ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്ന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. രാഹുലിന് വേണ്ട ഉത്തരം മാത്രമേ ലഭിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു, നിങ്ങൾ കൺവിൻസിംഗ് അല്ല, നിങ്ങൾക്ക് പുറത്തുപോയി പറയാം. മിനിസ്റ്ററുടെ ഉത്തരത്തിൽ നിങ്ങൾ കൺവിൻസിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുപോയി പറയാം. അതുകൊണ്ട് സമയം പോയി, ട്രെയിൻ പോണ്ടേ. ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം പാർലമെന്ററി പ്രാക്ടീസിൽ വളരെ പ്രഗത്ഭനായ മന്ത്രിയാണ്, പാർലമെന്റിലെ പ്രഗത്ഭനായ MP-യുമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ജൂനിയർ ആയ ഒരാൾക്ക് സാധാരണ വഴങ്ങിക്കൊടുക്കാറില്ല. ഇവിടുത്തെ 140 MLA-മാർക്കും നിയമസഭയിലെ ഈ ചട്ടങ്ങൾ ഒരേ അധികാരമാണ് നൽകുന്നത്. അപ്പൊ അതിൽ വേർതിരിവില്ല. പിന്നെ ചാനൽ ചർച്ചയല്ല എന്ന് പറഞ്ഞത് അവിടെ കൈയടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളിൽ അത് ഉണ്ടാകാൻ പാടില്ല, ഒഴിവാക്കണം. സാധാരണ നിലയിൽ ചെയർ തന്നെ അനുവദിക്കാറില്ല. അദ്ദേഹം പറയട്ടെ. ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, സി യു ആർ കേപ്പബിൾ ഓഫ് ആൻസറിങ്. ഞാൻ ചോദ്യം ചോദിച്ചു, അങ്ങ് എനിക്ക് വഴങ്ങി. അങ്ങ് ഓരോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി പറയണ്ടേ. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് അങ്ങ് കേപ്പബിൾ ആകുമ്പോൾ ബാക്കിയുള്ളൊരു ബഹളം വെക്കണേ? ഞങ്ങൾ സൈലന്റ് ആയിട്ടൊന്ന് കേൾക്കൂലോ? ശ്രീ PS സുബാൽ അവിടെ ഇരിക്കെ. ശ്രീ VC വിശ്വനാഥ്, ഇത് ചോദ്യം ചോദിച്ച ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള തന്നെ ആൻസർ കിട്ടിയില്ലെങ്കിൽ ബഹളം വെക്കുന്ന രീതി ജനാധിപത്യത്തിന് മര്യാദയല്ല. മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു, അദ്ദേഹത്തിന് ഉത്തരം അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് വേണ്ട ഉത്തരം ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി അല്ല. മിനിസ്റ്റർ പറഞ്ഞ സാർ, നമ്മള് ഇവിടെ പറഞ്ഞത് നമ്മൾ സാധാരണ അങ്ങ് ഇങ്ങനെ മൈക്ക് തരാറില്ല അധികം, വഴങ്ങുമ്പോൾ അതിൽ നിയന്ത്രണമുണ്ട്. പക്ഷെ ഇത് തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശ്രീ രാഹുൽ മാങ്കട്ട്, പാലക്കാട് അംഗം, നേരത്തെ ഞാൻ ഇവിടെ നിയമസഭയിൽ വിസ്തീരിച്ച കാര്യം പിന്നെ പുറത്ത് വേറെ രീതി പറഞ്ഞിരുന്നു. എങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴും പുതിയൊരാളാണല്ലോ അവസരം ഞാൻ വഴങ്ങുക എന്നുള്ള എൻ്റെ കൂടെ അവകാശമാണല്ലോ. പക്ഷെ വഴങ്ങിക്കഴിഞ്ഞാൽ ശ്രീ മാത്യു പറയാറുണ്ട് ഞാൻ വഴങ്ങാറില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടും കേട്ടു. കാരണം പുറത്ത് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാലോ. ആ വസ്തുതകൾ വ്യക്തമാക്കുമ്പോൾ പിന്നെ എഴുന്നേറ്റുന്ന നമ്മുടെ ഒരു പാർലമെന്റ് രീതിയില്ലേ, ആ രീതിയിലല്ലേ നമ്മളെല്ലാം പോകേണ്ടത്. ഏത് കാര്യത്തിൽ അങ്ങനെയല്ലേ? ഇതിനു മുമ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വഴങ്ങും, പറയും. ചിലത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ വസ്തുതകൾ പറയുന്നു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കഴിഞ്ഞ തവണയും ഇത്തവണയും എല്ലാം ഒരേ രീതിയായിരുന്നു. ആ രീതിയിൽ കേരളം മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഒന്നിച്ച് പറയണം കേരളം ഇതാ ഒന്നാമതാണ്. അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇതിൽ കുറവുണ്ടോ അതിൽ കുറവുണ്ടോ എന്ന് മറ്റു സ്റ്റേറ്റ് നോക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു, അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയാണ്. അമിതാഭ് കാന്ത്, ഈ റാങ്കിംഗ് നടത്തുന്നതിന്റെ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ, രണ്ടുപേരിരുന്ന് വീഡിയോയില്
അമിതാഭ് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ 1-ാം നമ്പർ കേരളമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാഭ് കാന്തിനെ പോലൊരാള് ഈ റാങ്കിംഗ് നടത്തുന്ന DPTയുടെ സെക്രട്ടറി, ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ, രണ്ടുപേർ ഇരിക്കുമ്പോ ഇദ്ദേഹം തന്നെ പറയുമ്പോ അവിടെ കേരളം ഇത് 1-ാമതായി എന്ന് പറയാൻ നിൽക്കണോ? ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സ്നേഹിക്കേണ്ടവർ നിൽക്കേണ്ടത്? അമിതാഭ് കാന്ത് പറയുന്നു, ചന്ദ്രബാബു നായിഡു പറയുന്നു, RK സിംഗ് പറയുന്നു, പീയൂഷ് ഗോയൽ പറയുന്നു, ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മെമ്മന്റോ നൽകുന്നു. അത് എനിക്കുള്ള മെമ്മന്റോ അല്ല, കേരളത്തിനുള്ള മെമ്മന്റോയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേറെ രാഷ്ട്രീയമായി പറഞ്ഞോ. നിങ്ങൾ ചെറുപ്പക്കാരാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം. വ്യവസായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ 1-ാമതാണ്, ഇവിടെയാണ് സ്ഥലം എന്ന് നമ്മൾ പറയണം.